നമസ്കാരം. മൂന്നാം മോദി സർക്കാരിന് അഭിനന്ദനം അറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് കേരളത്തിലെ ഓർത്തഡോക്സ് സഭ നേതൃത്വം. 2 കേന്ദ്രമന്ത്രിമാരെ നൽകിയതിലൂടെ മോദി സർക്കാരിന് കേരളത്തോടുള്ള കരുതലാണ് വെളിപ്പെട്ടിരിക്കുന്നത്, വ്യക്തമായിരിക്കുന്നത് എന്നുകൂടി അവർ പറയുന്നുണ്ട്. അതേസമയം തന്നെ മണിപ്പൂരിലെ കറുത്ത ദിനങ്ങൾ ആവർത്തിക്കരുത് എന്നുള്ള പരാമർശം കൂടി ഓർത്തഡോക്സ് സഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. മൂന്നാം മോദി സർക്കാരിന് അഭിനന്ദനം അറിയിച്ചുകൊണ്ട് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രൈസ്തവ സഭകളിൽ ഒന്നായ ഓർത്തഡോക്സ് സഭ മുന്നിട്ടെത്തി ാണ്. തീർച്ചയായും ഈ വാർത്ത ദേശീയ രാഷ്ട്രീയത്തിൽ ഉൾപ്പെടെ ഇടം പിടിക്കുന്നുണ്ട്. നമുക്കറിയാം, അപ്രതീക്ഷിതമായിട്ടായിരുന്നു സഹമന്ത്രി പദത്തിലേക്ക് ജോർജ് കുര്യൻ എത്തിയത്. BJP ജോർജ് കുര്യനിലൂടെ ലക്ഷ്യമിടുന്നത് ക്രൈസ്തവ വിഭാഗങ്ങളെ തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഈ ക്രൈസ്തവ വിഭാഗങ്ങളെ ഒപ്പം നിർത്തിക്കൊണ്ട് 2026 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് BJP പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല, ഭരണവിരുദ്ധ വികാരത്തിന്റെ ഒരു പങ്ക് തങ്ങൾക്ക് പറ്റണമെന്നുള്ള നിർബന്ധ ബുദ്ധി ഇക്കുറി BJPക്ക് ഉണ്ട് താനും. തൃശ്ശൂരിൽ ക്രൈസ്തവ വോട്ടുകൾ BJPയുടെ വിജയത്തിന് വലിയ തോതിൽ സഹായം നൽകിയിട്ടുണ്ട് എങ്കിൽ പോലും മറ്റുള്ള തെക്കൻ ജില്ലകളിൽ BJPക്ക് ക്രൈസ്തവ വോട്ടുകൾ സമാഹരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇത്തരത്തിലുള്ള എല്ലാ ചെറിയ ന്യൂനതകളെയും മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ജോർജ് കുര്യനെ കേന്ദ്ര സഹമന്ത്രിയാക്കിയത് എന്ന കാര്യം വ്യക്തമാണ്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഓർത്തഡോക്സ് സഭയുടെ ഭാഗത്ത് നിന്നും ഇത്തരത്തിലുള്ള ഒരു അഭിനന്ദനം എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സംസ്ഥാന രാഷ്ട്രീയം അടിമുടി മാറും എന്ന തരത്തിലുള്ള ചില നിരീക്ഷണങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ യാഥാർത്ഥ്യമാകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ പുറത്തു വന്നതിന് ശേഷം കേരള രാഷ്ട്രീയം അടിമുടി മാറും എന്നതിന്റെ കൃത്യമായ സൂചന തന്നെയാണ് ഇപ്പോൾ ഓർത്തഡോക്സ് സഭയും നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ഇന്ത്യൻ മലയാളം.